ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കീമ മസാലയാണ്. നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഫ്ലേവർഫുള്ളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബോൺലെസ് ആയിട്ടുള്ള 150 ഗ്രാം ചിക്കൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമല്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി കുറച്ച് സ്പൈസസ് വേണം. 2 കറുകാപ്പട്ടയുടെ ഇല, 1/4 ടീസ്പൂൺ കുരുമുളക്, 1 കറുകാപ്പട്ട, 2 ഗ്രാമ്പൂ, 1 ഏലക്കായ, 1/2 ടീസ്പൂൺ വലിയ ജീരകം. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ കാണിച്ച എല്ലാ സ്പൈസസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി അതിലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതിലെ ചിക്കനൊക്കെ പകുതി വെന്ത് അതിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല. ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എനിക്കിത് കാണുമ്പോൾ എഗ്ഗ് ബുർജീൻ്റെ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾ എഗ്ഗ് ബുർജി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ പേജിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫൈനലി നമ്മുടെ ചിക്കൻ കീമ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിന്റെയോ ചോറിന്റെയോ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്തായാലും അടുത്ത റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.